വെറും 1250 സ്ക്വയർ ഫീറ്റിനകത്ത് ഒറ്റ നിലയിൽ ഓട് മേഞ്ഞൊരു വീട്. അതെങ്ങനെയുണ്ടാവും? ആ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. വാണിയമ്പലം അമരമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നടുമുറ്റൊക്കെ ഉള്ള ഒരു വീട്, കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ചെയ്ത് ഒരു പഴയ മോഡൽ രീതിയിലാട്ടോ വീടെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രൗഡിക്കോ അതുപോലെ തന്നെ ക്വാളിറ്റിയിലെ ഒരു കോംപ്രമൈസും വരുത്താത്ത അത്യാവശ്യം നല്ല എക്സ്പെൻസ് വന്നിട്ടുള്ള ഒരു വീടാണ്. ഈ വീട്ടിൽ വിരിച്ചിട്ടുള്ള മാർബിള് സാവർ കാറ്റഗറിയിൽപ്പെട്ട മാർബിളാട്ടോ. ഈ ക്ലയന്റ് നമ്മൾ ഷോറൂമിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവർ ആദ്യം ഞാൻ ചൂസ് ചെയ്ത മെറ്റീരിയൽ സാവർ കാറ്റഗറിയിൽപ്പെട്ട മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പറഞ്ഞ റീസൺ ഞങ്ങളൊരു വീടിന്റെ ഇന്റീരിയറിന് ഏറ്റവും മാച്ച് ചെയ്താണെന്നുള്ളത്. ആ സമയത്ത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. വർക്കെല്ലാം കഴിഞ്ഞിപ്പോൾ ഈ വീട്ടിലെത്തിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് തന്നെ കേട്ടോ. അവരുടെ ഡിസൈനിനും ഇന്റീരിയറിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ഡിസൈന് ഈ ഒരു സാവർ കാറ്റഗറിയിൽപ്പെട്ട മെറ്റീരിയൽ തന്നെയാണ്. വളരെ ഭംഗിയുള്ള ഡിസൈൻസ് ആട്ടോ ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വീടിന്റെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന്റെ ഫുൾ വീഡിയോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിരുന്നു കേട്ടോ. ഈ വീട്ടിൽ ഏകദേശം വർക്കിന് എക്സ്പെൻസ് വന്നത് നമുക്ക് 88,000 രൂപ കേട്ടോ. അതിനകത്ത് 1200 സ്ക്വയർ ഫീറ്റോളം മാർബിൾ ഉണ്ടായിരുന്നു, ഏകദേശം 100-180 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന നടുമുറ്റം നമ്മളിപ്പോൾ ഉള്ള വീടുകളിലൊന്നും അധികം കാണാത്തൊരു സംഭവമായിട്ട് ഇത് വളരെ ഭംഗിയുണ്ട്. ഈ ഒരു വെറും 1200 സ്ക്വയർ ഫീറ്റിനകത്ത് ഇതും കൂടെ ഉൾക്കൊള്ളിച്ചെന്ന് പറയുമ്പോഴേക്കും എനിക്ക് അതിശയം തോന്നുന്നില്ലേ? അത് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് 4 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഒരു കിച്ചൺ ഉണ്ട്. പുറത്ത് ഒരു വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഔട്ട് ഹൗസ് മോഡലിൽ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. വീട് നേരിട്ട് കാണാൻ ഞങ്ങൾ ചെന്ന സമയത്ത് അവര് പാല് കാച്ചാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും കൂടെ ഇതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാൻ കിട്ടുമായിരിക്കും. സാധിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫിനിഷ് ചെയ്ത ഒരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കുറഞ്ഞ റേഞ്ചിൽ എന്നാൽ എനിക്ക് മാർബിൾ ആവും വേണം, നാച്ചുറൽ ആയിട്ടുള്ള കല്ല് കിട്ടും വേണം, കാണാനും ഭംഗി വേണം, കുറച്ച് കാലം ലൈഫും കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാർബിളിൽപ്പെട്ട ഒന്നാട്ടോ ഇത്. ഇപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ടൈലൊക്കെ വാങ്ങുന്ന പൈസ ഉണ്ടല്ലോ, ആ ഒരു പൈസക്കൊക്കെ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ഒരു ബ്രാൻഡ് 6.4 വാങ്ങുന്ന അല്ലെങ്കിൽ 8.4 വാങ്ങുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈസിലുള്ള മെറ്റീരിയൽ തന്നെ അതിനേക്കാളും സൈസുള്ള മെറ്റീരിയലും കിട്ടും കേട്ടോ. അതും നാച്ചുറൽ ആയിട്ടുള്ള കല്ല്. അതുപോലെ കാരണം നമ്മുടെ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ റീയൂസിബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ മാർബിൾ തന്നെയല്ല ഏറ്റവും ബെസ്റ്റ് വരുന്നത്. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് പോളിഷ് ചെയ്യാം, ഈ ഒരു ഫിനിഷിങ് അന്നും കാണാൻ പറ്റും. നമ്മളൊക്കെ കാലിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ഹെൽത്തിനെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിരിക്കണ്ടേ നമ്മൾ ഫ്ലോറിലൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മാർബിളിലേക്ക് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ടൈലിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഗ്രൗണ്ട് ഫ്ലോർ മാർബിൾ തന്നെ വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായും അവരൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാറി വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മലബാർ ഏരിയകളിലാണ് കൂടുതൽ മാർബിൾ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തെക്കൻ ജില്ലകളിൽ നിന്ന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് കേട്ടോ. മാർബിൾ വിരിക്കണം എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കണം ഇപ്പോൾ അവർ വീണ്ടും മാർബിളിലേക്ക് തന്നെ തിരിച്ചു വന്നത് കേട്ടോ. ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ സെയിൽസ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. എല്ലാം കണ്ട് ഓക്കെ ആയതിനു ശേഷം ഷോറൂമിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വീട് പണി ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് തീർക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.